പ്രവൃത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് BS6 Apache RTR 200 എന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ധീരജ്, ഈ വണ്ടിയുടെ ഓണറാണ്. അപ്പോൾ നമുക്ക് ഓണറോട് ചോദിക്കാം ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള യൂസർ എക്സ്പീരിയൻസും പിന്നെ അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന്. അപ്പോൾ ധീരജ്, ഈ വണ്ടി ഏകദേശം നമ്മൾ എടുത്ത് 2 മാസമായി 1200 കിലോമീറ്ററോളം ഓടി. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ഈ വണ്ടിയിലേക്ക് എത്തി? എനിക്ക് ഒരു ബൈക്ക് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്കൊരു സ്പോർട്ടി പെർഫോമൻസ് ഉള്ള ബൈക്കാണ് ഇഷ്ടം. അപ്പം കൺസിഡർ ചെയ്തത് ഒരു 150cc സെഗ്മെന്റ് തൊട്ട് 250 വരെയുള്ള വെഹിക്കിൾസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം കൂടെ എനിക്ക് തോന്നിയത് വെച്ച് എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉള്ളത് MT-15, പിന്നെ ഈ വണ്ടി, പിന്നെ ഡോമിനർ 250, ഇങ്ങനെ കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയ ദിവസം എനിക്ക് MT-15 അവർ ഇപ്പോൾ ഉള്ള വേർഷൻ അവർ നിർത്തുകയാണെന്ന് പറഞ്ഞു, ഡിസ്കണ്ടിന്യൂ ചെയ്ത് പുതിയ വേർഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഓക്കെ, അത് പിന്നെ സമയമെടുക്കും. പിന്നെ ഉള്ളത് ഈ വണ്ടിയായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഡോമിനർ 250 ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എനിക്ക് വണ്ടി ഇഷ്ടമായി. 400 ഓടിക്കുന്ന ഒരു ഫീൽ ഇല്ലെങ്കിലും 250 കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് എനിക്ക് ആ ഷോറൂമിൽ നിന്ന് കിട്ടിയൊരു എന്താ പറയാ ഷോറൂമുകാരുടെ ഡീലിംഗ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയത് ഈ വണ്ടിയാണ്. ഇതെനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായി. ഡോമിനർ 250നെക്കാട്ടും കുറച്ചുകൂടെ എന്താ പറയുക വെയിറ്റ് എല്ലാം ബാലൻസ്ഡ് ആണ്. അപ്പം അങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് എത്തിയത് ഞാൻ. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് അതിൽ ഹാപ്പിയാണോ? ഈ ഒരു വണ്ടി അറിയപ്പെടുന്നത് കുറെ ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണെന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ വണ്ടി വാങ്ങിക്കാനുള്ള റീസൺ. 3 ഡ്രൈവ് മോഡ് ഉണ്ട്. നമ്മളിപ്പം സ്പോർട്ടും അർബനും റെയിൻ മോഡും. ഈ അർബൻ മോഡിലും റെയിൻ മോഡിലും പവർ കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സ്പോർട്സ് മോഡിലാണ് ഇതിന്റെ ഫുൾ കേപ്പബിലിറ്റി പവർ വൈസ് വരുന്നത്. പിന്നെ ഇപ്പോൾ അർബനിലും റെയിനിലും ABSന്റെ ഇന്റർവെൻഷൻ കുറച്ചുകൂടെ പെട്ടെന്നുണ്ടാവും. സ്പോർട്സിനകത്ത് അത്രയും കാണത്തില്ല. അപ്പോൾ ആ 3 ഡ്രൈവ് മോഡ് ഈ ഒരു സെഗ്മെന്റിൽ കൊണ്ടുവന്നത് ഈ വണ്ടിക്കാണ്, വേറെ വെഹിക്കിൾസിനൊന്നുമില്ല. അതൊന്ന്. പിന്നെ അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സസ്പെൻഷൻ, അത് എന്താ പറയാ വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർ അത് യൂസ് ചെയ്യാറില്ല. ഇല്ല, അതെ. ഇത് യൂസ് ഒക്കെ ചെയ്ത് നോക്കിയോ? യൂസ് ചെയ്തു. ആദ്യത്തെ ഒരു സെറ്റിൻ പീരീഡ് 1000 കിലോമീറ്റേഴ്സ് അർബനിൽ മാത്രമേ ഓടിക്കാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതുവരെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു 500-600 കിലോമീറ്റേഴ്സിൽ ഞാൻ എന്തായാലും സ്പോർട്സും എല്ലാം മാറ്റിയിട്ട് ഓടിച്ചു നോക്കി. ഈ അഡ്ജസ്റ്റബിൾ ഷോക്ക് ഉണ്ടല്ലോ ഫ്രണ്ടിൽ, അതിപ്പോ പലപ്പോഴും അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ അതിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അത് സത്യം പറഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. നമുക്ക് കയ്യിലൊരു കോയിൻ ഉണ്ടായാൽ നമുക്ക് ചെയ്യാറ് എളുപ്പമാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതിൽ? ഉണ്ട്. ഇപ്പം നമ്മള് സസ്പെൻഷൻ ടൈറ്റ് ആക്കുന്നതിൽ സോഫ്റ്റ് ആക്കുന്നതനുസരിച്ച് കോർണറിങ് കോൺഫിഡൻസ്, പിന്നെ ഓഫ് റോഡിങ്ങിനുള്ള ഒരു ഫീലിംഗ്, അതെല്ലാം മെച്ചപ്പെട്ടു. ഇത് നമുക്ക് ഒരു 200cc വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമായിരിക്കും ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണുള്ളത്. അപ്പം ഔട്ട് ഓഫ് 10 എങ്ങനെയാ റേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പം കുറച്ച് എന്തായാലും 3 മോഡൽ ഇപ്പം എന്തായാലും റൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു മൊത്തത്തിൽ ഒരു ഓവർവ്യൂ പറയാനാവും ഇതിന്റെ. ഒരു 200cc സെഗ്മെന്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾസിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സോളിഡ് 9 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പം കംഫർട്ടിന്റെ കാര്യം, ഫീച്ചേഴ്സിന്റെ കാര്യം ചോദിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. അത് നമ്മളെ റൈഡിങ് കംഫർട്ട് ഒരുപാട് കൂട്ടും. കാരണം നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ക്ലച്ച് ലിവേഴ്സ്, അത് ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും ഇത് രണ്ടും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂട്ടി വയ്ക്കാൻ പറ്റും, ഹാൻഡിൽ ബാർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. പിന്നെ ഉള്ളത് സ്ലിപ്പർ ക്ലച്ച് ആണ്. നമുക്ക് ക്ലച്ച്ലെസ് ട്രാൻസ്മിഷൻ എല്ലാം സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇപ്പം സ്പോർട്സ് മോഡലൊക്കെ ഓടിച്ചിട്ടുണ്ടാവുമല്ലോ, ടോപ്പ് അടിച്ചിട്ടുണ്ടോ? ടോപ്പ് എൻഡ് ഇല്ല, ടോപ്പ് എൻഡ് വരെ അടിച്ചിട്ടില്ല. ഞങ്ങൾ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞിട്ട് ഒരുപാടായിട്ടില്ല. എത്ര ഹൈ സ്പീഡ് എത്രയാണ്? ഒരു 110 മുകളിൽ എന്തായാലും പോയിട്ടുണ്ട്. 130+ എന്തായാലും ഈ വണ്ടിക്ക് എടുക്കാൻ പറ്റും. സ്മൂത്ത് ആയിട്ട് ആ ഒരു സ്പീഡിൽ പോകുന്നുണ്ട്. അതെ. ഒരു 110+ വരെ എനിക്ക് എന്തായാലും വലിയ വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സ്മൂത്ത് ആയിട്ട് കയറി പോയിട്ടുണ്ട് സ്പോർട്സ് മോഡൽ. പക്ഷേ ടോപ്പ് എൻഡ് അടിക്കുന്ന, അതായത് ടോപ്പ് നല്ല രീതിയിലുള്ള വണ്ടിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോ ആൻഡ് ടോർക്കിൽ വലിയൊരു പവർ ഉണ്ടാവില്ല. അപ്പം സിറ്റി ഡ്രൈവിന് എങ്ങനെയാണ്? സിറ്റി ഡ്രൈവിന് വലിയ പ്രശ്നമില്ലാത്ത ലോ ആൻഡ് ടോർക്ക് ഉണ്ട്. നമ്മൾ ഇതിപ്പോ ഒരു സിറ്റി ബൈക്ക് ആയിട്ടാണെങ്കിലും ഒരു ഹൈവേ ക്രൂസർ ആയിട്ട്, ഒരു സ്പോർട്സ് ടൂറർ ആയിട്ടാണെങ്കിലും വലിയ പ്രശ്നമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും ഇപ്പം ഒരു ബിഗിനറിനാണെങ്കിൽ പോലും യൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണെന്ന് ഞാൻ പറയും. എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഉള്ളതുകൊണ്ട്, ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ട്രാഫിക്കിനകത്ത് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വെഹിക്കിൾ നല്ല രീതിക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു സെഗ്മെന്റിലെ വണ്ടി എടുക്കുന്ന പലർക്കുള്ള ഒരു കംപ്ലൈന്റ് ആണ് നമ്മളുടെ കൈ ഇവിടെ വേദനയാവാറുള്ളത്, റിസ്റ്റും ഈ ഒരു ഏരിയ ഒക്കെ വേദനയാവാറുള്ളത്. അത് കുറെയൊക്കെ സിറ്റിംഗ് പോസ്റ്ററിന്റെ ആണ്. ഇത് ഒരുപാട് സ്പോർട്ടി ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പോസ്റ്റർ അല്ല, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇതിലിപ്പോ 2 ABS ഉണ്ട്, അതായത് ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഇപ്പൊ എല്ലാ കമ്പനീസും അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ക് എങ്കിലും, അതായത് ഒരു ബ്രേക്ക് എങ്കിലും ABS ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് 2 ABS ഉള്ളത് കൊണ്ട് തന്നെ
ഡുവൽ ചാനൽ ABS ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? ബ്രേക്കിംഗ് ഉണ്ട്? ഓ, നല്ല ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം ABSന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 മോഡിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം റെയിനകത്തും അർബനകത്തും ABS കുറച്ചുകൂടെ പെട്ടെന്ന് കിക്കിങ് ചെയ്യും. കാരണം ഇത് രണ്ടും എന്താ പറയുക, റെയിനകത്താണെങ്കിൽ സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് മഴയുള്ള സമയത്ത്. urban മോഡിലാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളൊരു സിറ്റി ഡ്രൈവിന്റെ ഒക്കെ സമയത്തായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ പാനിക് ബ്രേക്കിംഗിന്റെ സമയത്ത് ഒരുപാട് എന്താ പറയാ അസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ABS. ഈ വണ്ടിക്ക് എന്തുകൊണ്ടും ഇപ്പൊ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇതിന്റെ ABS എന്ന് പറയുന്നത് ആന്റി ബാക്ക് ലിഫ്റ്റ് ഓഫ്, അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പാനിക് ബ്രേക്കിംഗിന്റെ സമയത്ത് പോലും ബാക്ക് ലിഫ്റ്റ് ഓഫ് ചെയ്യാത്ത രീതിക്കുള്ള ABS ആണ് സിസ്റ്റം. അപ്പൊ അത് ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈഫ് സേവിംഗ് ആയി എന്തെങ്കിലും ഉണ്ട്. ആൻഡ് പിന്നെ നമ്മളുടെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ഒരു എന്താ പറയുക ഡിസൈനുള്ള ഒരു വണ്ടിക്ക് ബാക്ക് സീറ്റ് വലിയ കംഫോർട്ട് ഇല്ലാന്ന് പറയാറ്. അപ്പം ഈ റൈഡിങ് കംഫോർട്ട്, അതായത് ഈ ഒരു പൊസിഷനിലും രണ്ട് ഭാഗത്ത് എന്തായാലും ഇരുന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഡ്രൈവിംഗ് സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള, ഫെയർലി കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. അതേ ഏകദേശം ഓൾമോസ്റ്റ് സെയിം രീതിക്ക് തന്നെ കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു റിയർ സീറ്റ് വരുന്നുണ്ട്, പില്ലിയൻ സീറ്റ് വരുന്നുണ്ട്. പക്ഷേ എന്താ പറയാ, സ്പോർട്സ് ബൈക്ക് ഒരു സ്പോർട്സ് ഡിസൈൻ ആയതുകൊണ്ട് സ്പ്ലിറ്റ് സീറ്റ് കുറച്ച് ഹൈറ്റിൽ വരുന്ന സീറ്റ് ആയതുകൊണ്ടും കയറി ഇരിക്കാനൊക്കെ പില്ലിയൻസിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ, ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. പക്ഷേ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാൽ ഏത് ബൈക്കിന്റെയും പോലെ തന്നെ പില്ലിയണ് ബുദ്ധിമുട്ട്, എന്താ പറയാ, സീറ്റിംഗ് കംഫർട്ട് ബുദ്ധിമുട്ടാവും. വണ്ടിയുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള സസ്പെൻഷൻ ആണ്. അപ്പൊ ഫ്രണ്ടിലും ബാക്കിലും, ഫ്രണ്ടിൽ നമുക്ക് ഓൾറെഡി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. അപ്പം നമുക്കത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ബാക്കോട്ട് വരുമ്പോൾ എന്താണ് ഒരു അനുഭവം? റിയർ സസ്പെൻഷൻ മോണോഷോക്ക് കുറച്ച് സ്റ്റിഫ് ആണ്, പക്ഷെ റൈഡർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പില്ലിയണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ആ സസ്പെൻഷൻ ഇത്രയും സ്റ്റിഫ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് പിന്നെ ലൈറ്റിംഗ് നമുക്ക് ഈ അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം LED ആണ്. ആക്ച്വലി അതും കൂടി ഇൻഡിക്കേറ്റർ കൊടുക്കായിരുന്നു. അപ്പൊ ലൈറ്റിംഗ് രാത്രിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഹെഡ്ലൈറ്റ് അത്ര നല്ലൊരു ഹെഡ്ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര നല്ല ഹെഡ്ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം ഫെയർ വിസിബിലിറ്റി ഉണ്ട്. അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിന്റെ ദോഷവശങ്ങളിലേക്ക് എടുക്കാം. അതായത് ഇതിന് ഇഷ്ടപ്പെടാത്ത കാര്യം? എനിക്കിപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആദ്യം പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ ഹെഡ് ലാമ്പ് എല്ലാം, ഇതിനകത്ത് വരുന്ന ലാംപ്സ് എല്ലാം LED ആണ്. അവർക്ക് ഇൻഡിക്കേറ്റർ കൂടെ LED ആക്കാമായിരുന്നു. വലിയൊരു കോസ്റ്റ് വരുന്ന കാര്യമല്ല. പിന്നെയുള്ളത്, എനിക്ക് മേജർ ആയിട്ടൊരു പരാതി പറയാനുള്ളത്, ഇതിനകത്ത് ആവറേജ് മൈലേജ് എന്ന് പറയുമ്പോൾ അത് ഒരു 200cc ഒരു സ്പോർട്സ് ടൂറിനകത്ത് എന്തുകൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം അവര് TVS തന്നെ റൈഡർ എന്ന് പറയുന്നൊരു വണ്ടി, ഒരു 125 താഴെയുള്ള മോഡൽ ഒന്നും പറയാൻ പറ്റില്ല, 125cc കമ്പ്യൂട്ടർ ബൈക്കാണ്. അതിനകത്ത് വരെ ആവറേജ് മൈലേജും ഒരു USB ചാർജിങ് പോർട്ടും വരെ കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ് പോർട്ട് വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് ഒരു 200cc സ്പോർട്സ് ടൂറിനകത്ത് എന്തായാലും കൊടുക്കേണ്ട ഒരു ഫീച്ചർ. കണക്റ്റഡ് ആപ്പും സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവരത് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ അത് എന്താ പറയാ, ഒരു ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഫീച്ചർ ആണ് ഇപ്പൊ എല്ലാ വണ്ടികളിലും. അത് കൊടുക്കാത്തതിൽ എനിക്ക് നല്ല പരാതിയുണ്ട്. അത് ഇത് രണ്ടുമാണ് എനിക്ക് മെയിൻ ആയിട്ട് പരാതിയായിട്ട് പറയാനുള്ളത്. പിന്നെ സർവീസിന്റെ കാര്യം, സർവീസിന്റെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ സർവീസിന്റെ മുന്നേ തന്നെ ഇതിന്റെ ചെയിൻ യൂസ് വണ്ടി ഇറക്കി കൊണ്ടുവന്ന ദിവസം തന്നെ എന്റെ പില്ലിയൻ എന്റെ കൂടെ ഉണ്ടാകുന്ന ആളെന്നോട് പറയുന്നത് ചെറിയ സൗണ്ട് ഉണ്ടോ, ഞാൻ ഹെൽമെറ്റ് വെച്ച കാരണം കേൾക്കുന്നില്ല, ചെറിയ സൗണ്ടാണ്. പിന്നെ അടുത്ത ദിവസം ഞാൻ ഹെൽമെറ്റ് വെക്കാതെ കുറച്ച് ദൂരം ഓടിച്ചു, അപ്പോഴാണ് ചെയിൻ അടിക്കുന്ന സൗണ്ട് കേട്ടത്. ചെയിൻ അടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആ സർവീസ് സെന്ററിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവന്ന് മതി, ചെയ്തു തരാമെന്ന് പറഞ്ഞു. കൊണ്ട് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ലൂസ് ഉണ്ട്, ടൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ടൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. അതിന് മുമ്പ് തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്, ഇതിന് ക്വിക്ക് സ്റ്റാർട്ടാണ്, നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ ഒരു ചെറിയ തട്ട് കിട്ടിയാണ്. അപ്പോൾ ഇത് ആദ്യ ദിവസത്തെ ഇറക്കി കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റാർട്ട് ഒഴിക്കുക ബാക്കി എല്ലാ സ്റ്റാർട്ടിനും ചെറിയൊരു ലാഗ് ഉണ്ട്. ഈ ചെയിൻ ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പിന്നെയും കൂടി വന്നത്. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവന്നാൽ മതി, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ അത് ഫസ്റ്റ് സർവീസിന്റെ സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ഒരു 500 to 750 കിലോമീറ്റർ ആണ് ഇതിന്റെ ഫസ്റ്റ് സർവീസ്. പെട്ടെന്ന് എത്തുന്നൊരു കിലോമീറ്ററാണ്. അപ്പോൾ ഒരു 750 കിലോമീറ്റേഴ്സിന് മുമ്പ് തന്നെ ഞാൻ കൊണ്ടു ചെന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് കൊണ്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ കൺസോളിനകത്ത് ലോ ബാറ്ററി വാർണിംഗ് എഴുതി കാണിക്കുന്നുണ്ട്. ബാറ്ററി ലോ വാർണിംഗ് കാണിക്കാൻ. പക്ഷെ കുഴപ്പമില്ല, നമ്മളിപ്പോ വണ്ടികൾക്ക് എന്തും വരാം. ആ രീതിക്ക് കൊണ്ടുചെന്നപ്പോൾ അവർ പറഞ്ഞു ബാറ്ററി ചെക്ക് ചെയ്യാം, ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് എന്താ റീപ്ലേസ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു. അവർ നോക്കാന്ന് പറഞ്ഞു. അവർ സർവീസിന് എടുത്തു വെച്ചു. സർവീസിന്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം അവർ ആദ്യ ദിവസം തന്നെ തീർത്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ അടുത്ത ദിവസം വരെ അവരത് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്കാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. പിന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 4 ദിവസം വണ്ടി അവിടെ. അപ്പോൾ ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്തു, സ്റ്റാർട്ടിംഗ് മോട്ടറും റീപ്ലേസ് ചെയ്തു. എനിക്ക്
ഏറ്റവും വലിയൊരു വിഷമമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ ഇറക്കിക്കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴേക്കും നമ്മൾ 4 ദിവസം ഷോറൂമിന്റെ സർവീസ് സെന്ററിനകത്ത് വണ്ടി ഇടുകയാണ്. അതൊന്നും ഇവർക്ക് വലിയ ഡയഗ്നോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ബാറ്ററി സ്റ്റാർട്ടിംഗ് മോട്ടോർ ഇത് ഡയഗ്നോസ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് ഇവർ 4 ദിവസം റീപ്ലേസ് ചെയ്ത് തന്നു. അത് ശരിയാണ്. ഇത്രയും സമയം എടുത്തു ഡയഗ്നോസ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും അവർ ഇത്രയും സമയം എടുത്തു. 4 ദിവസം പുതിയൊരു വണ്ടി. സർവീസിൽ ലൈക്ക് അത്ര അങ്ങോട്ട് ഹാപ്പി അല്ല. അത് ആ ഒരു സർവീസ് സെന്ററിന് മാത്രം കാര്യമായിരിക്കും. ഞാൻ അത്ര ഹാപ്പി അല്ല ആ സർവീസ് സെന്ററിന്റെ ഒരു അപ്രോച്ച്. നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റിനോട് കൂടി എങ്ങനെ ഉണ്ടോന്ന് നോക്കാം. ഈ ഒരു ഹെൽമെറ്റ് ആണ് നമ്മളുടെ അപ്പാച്ചയുടെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. TVSന്റെ തന്നെ എക്സ്പോർട്ട് എന്ന സബ് ബ്രാൻഡിന്റെ കമ്പനിയാണ് ഈ ഹെൽമെറ്റ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കംഫർട്ടബിൾ ആണോ? നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് അവർ തന്ന ഹെൽമെറ്റ്. പിന്നെ ഇതെനിക്ക് ആദ്യം ഈ ഹെൽമെറ്റ് ആയിരുന്നില്ല തന്നത്. അവർ വണ്ടി തന്ന സമയത്ത് അവർക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഹെൽമെറ്റ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് എത്തിച്ചേരാം. അങ്ങനെ കിട്ടിയ ഹെൽമെറ്റ് ആണിത്. നല്ല ഹെൽമെറ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ വൈസറും കാര്യങ്ങളെല്ലാം നല്ല മൂവ്മെന്റും കാര്യങ്ങളെല്ലാം സ്മൂത്താണ്. ഇപ്പൊ വണ്ടി എടുത്തത് എവിടെ നിന്നായിരുന്നു? ഞാൻ എടുത്തത് കൊടുവള്ളിയുള്ള AKB എന്ന് പറയുന്ന TVSന്റെ ഷോറൂമിൽ. അവരുടെ സെയിൽസ് ടീമിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വെഹിക്കിൾ എടുത്ത സമയത്ത് എനിക്ക് ഒരാഴ്ച തികച്ചെടുത്തില്ല അവർ. കാരണം ഞങ്ങളുടെ നമ്മുടെ RTR കുറച്ച് പ്രോസസിങ് എല്ലാം കാര്യങ്ങളെല്ലാം സ്ലോ ആണെന്ന് എല്ലാവരും പരാതി പറയാറുണ്ട്. അങ്ങനെ ആയിട്ട് കൂടെ വണ്ടി ബുക്ക് ചെയ്ത് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഓൾമോസ്റ്റ് ഒരു 6 ദിവസം കൊണ്ട് അവർക്ക് വണ്ടി ആയിരുന്നു. അപ്പൊ ഇത്രയും അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചതിന് നന്ദി. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ചാനൽ അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.